ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഗൈസ്. ഞാൻ ഇന്നലെ ഒരു ഹൊറർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മടിച്ച് നിൽക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. ഈ വീടിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാനപ്പോൾ ഇവിടുത്തെ ചാത്തൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എനിക്ക് നൈറ്റ് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് എനിക്ക് എൻ്റെ പീരീഡ്സിൻ്റെ 3ാമത്തെ ഡേ ആണ് കേട്ടോ ഗൈസ്. 2 ദിവസം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഹെവിയാണ്. ആഫ്റ്റർ പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് ഇത്രയ്ക്കും എന്താ പറയുക, ഹെവി ആയിട്ട് ബ്ലീഡിങ് ആയിട്ടുള്ള ഡേയ്സ്, അതായത് ഒരു മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്തായിരുന്നു. ഈ മന്ത് തന്നെ ഞാൻ 3 വട്ടമാണ് ഇരുന്നത്. എനിക്കറിയില്ല എന്താണ് സംഭവം എന്നൊന്നും, പക്ഷേ പോയി. അപ്പോൾ അതിൻ്റെ 3ാമത്തെ ഡേ ആണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഈ 2 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയ്ക്കായിരുന്നു. ഒന്നിനും വയ്യ, ഒട്ടും വയ്യ. അപ്പോൾ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ ഒരു 12-12:30 ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു എനിക്ക് ബ്ലഡൊക്കെ. അപ്പോൾ സമയത്ത് ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ പാഡ് മാറ്റിയില്ലെങ്കിൽ രാവിലെ വരെ നമുക്കിങ്ങനെ ഇത്രയും നേരം വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു നൈറ്റൊക്കെ മാറിയതാണ്. ഒരു 12:30 ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും അടുത്ത മാറാമെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ചേട്ടനപ്പോൾ ഫോണിലിരിക്കാനായിട്ടാണ്. 12:30-12:45 ആവും. പിന്നെ ഇവിടെ നിന്ന് എണീറ്റ് ഞാനിങ്ങനെ വാഷ്റൂമിലോട്ട് പോവുകയാണ്. സാധാരണ വാഷ്റൂമിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ലൈറ്റ് ഇവിടെ വെളിയിൽ ഹോളിൽ ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ ലൈറ്റ് ഇട്ടില്ല. ലൈറ്റ് ഇടാതെ തന്നെ ഞാൻ പെട്ടെന്ന് പോയി. അപ്പോൾ ഈ വാഷ്റൂം ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം അല്ല, നമുക്ക് കോമൺ ആയിട്ടൊരു വാഷ്റൂമാണ് വീടിനുള്ളിൽ തന്നെ. അതായത് അച്ഛൻ്റെയും ഞങ്ങളൊരു ഗസ്റ്റ് റൂമുണ്ട്. ആ ഗസ്റ്റ് റൂമിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ വാഷ്റൂം ഉള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ എന്താക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ രാത്രി പോകുമ്പോഴത്തേക്ക് അച്ഛൻ എപ്പോഴും ഡോർ ഓപ്പൺ ആക്കിയിട്ടാണ് കിടന്നുറങ്ങാറ്. മറ്റേ ഗസ്റ്റ് റൂമും ഓപ്പൺ ആയിരിക്കും. കാരണം റയാൻ്റെ തുണികളൊക്കെ വാഷ് ചെയ്തിരുന്നത് ആ റൂമിനകത്താണ്. മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിനകത്താണ് ഫാൻ ഇട്ടിട്ട് അത് ഓണാക്കിയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് പറക്കിയിട്ടിട്ടുണ്ട്. ഗസ്റ്റ് വരുമ്പോൾ മാത്രം ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വാഷ്റൂമിൽ ഞാൻ 2 റൂം നോക്കാതെയാണ് പാസ് ചെയ്ത് പോകണം. വാഷ്റൂമിൽ കയറി എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് ചേട്ടൻ കൊട്ടി കുറച്ചു. എടാ പെട്ടെന്ന് ഇറങ്ങി, എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ബേബി പെട്ടെന്ന് ഇറങ്ങി, എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ പറയുന്നുണ്ട്, ആ ബേബി ഞാൻ ഇപ്പോൾ ഇറങ്ങാം എന്ന് റിപ്ലൈയും പറയുന്നുണ്ട്. ഇതാണ് സംഭവം നടന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ കുറച്ച് നേരമൊക്കെ വാഷ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ വയറുവേദനയൊക്കെ ഓക്കെ ആവുള്ളൂ. എത്ര പേർക്ക് ഇങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി പെട്ടെന്ന് ഇറങ്ങി ഡോർ ഇങ്ങനെ അടച്ച സമയത്ത് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ റൂമിനകത്ത് നിന്ന് ഒരു അലർച്ച, ഒരു പെണ്ണിൻ്റെ ഒരു അലർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അലർച്ച കിട്ടും. എൻ്റെ ദൈവത്തിനാണ് ഞാൻ ഇന്നലെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടം ഓടിയ ഓട്ടത്തിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കിടന്ന ചെയർ വന്ന് എൻ്റെ നടുവും എൻ്റെ ബട്ടക്സിൻ്റെ സൈഡിലായിട്ട് ഇടിയിട്ട് എനിക്ക് ഈ അരയ്ക്ക് കീപ്പോട്ട് എനിക്ക് നടക്കാനും പറ്റില്ല. അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഓടി ഞാൻ ഈ റൂമിലെത്തിയപ്പോഴത്തേക്കും ചേട്ടൻ അവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ, എന്നെ എന്തിനു വിളിച്ചിറക്കിയിട്ട് നീ എന്തിനു ഓടിക്കളാം, ഞാൻ അവിടെ നിന്നുകൂടായിരുന്നു, ഞാൻ ഇപ്പം നിൻ്റെ കൂടെ വരില്ലായിരുന്നു. ഇപ്പം ഞങ്ങളില്ലേ ആ ചെയർ തട്ടി എന്നെ അവിടെ നിന്ന് ആരോ വിളിക്കണ പോലെ കേട്ട് ഞാൻ ഓടിയതാണെന്ന്. ചേട്ടനെ കുറേ കുഴപ്പം രാത്രി ഇരുന്ന് ഓരോന്നും കണ്ടിട്ട് അവൾ പോയി വാഷ്റൂമിൽ പോയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് നീ ഇതിന് ഓടിയേ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കണം, ഞാനിപ്പം നിന്നെ വന്ന് വിളിച്ച് ഞാൻ ഇവിടെ കിടക്കല്ലായിരുന്നോ എന്ന്. അപ്പം ഞാൻ കേട്ട സൗണ്ട് ആരുടേത്, ബേബി പെട്ടെന്ന് ഇറങ്ങി എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ തട്ടി വിളിച്ചതാര്? ക്വസ്റ്റ്യനാണ് ഗൈസ്. ഇതൊക്കെയാണ് ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ആ ഒരു സൗണ്ട് കേട്ട ശേഷം എൻ്റെ ശരീരം എല്ലാം കൂടി ആകെ ഒരു സ്തംഭിച്ച അവസ്ഥയാണ്. പിന്നെ ചേട്ടൻ ചോദിച്ചത്, ചേട്ടാ നീ കളിപ്പിക്കാൻ വേണ്ടി പറയണല്ലോ, നീ അല്ലേ ചോദിച്ചത്. അപ്പോൾ പിന്നെ ആളെടുത്ത് പറയുന്നുണ്ട് ഞാൻ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. സത്യം പറയാമല്ലോ, ഞാനിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബാക്കിലൂടെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പോകണതോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പാത്രം കാണുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ ആയിരിക്കും കഴിയണം. ആ സമയത്ത് പെട്ടെന്ന് പാസ് ചെയ്യണ പോലെയൊക്കെ തോന്നും. ഇതൊക്കെ എൻ്റെ തോന്നലായിട്ടാണ് ഞാൻ കരുതുന്നത്. തോന്നലാണ്, ഇതൊക്കെ എൻ്റെ തോന്നലുകളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് ഇതൊക്കെ റിയലായിട്ട് ഇവിടെ നടക്കണ സംഭവമാണ്. ഇന്നലെ ഞാൻ കിട്ടിയ ഇടിയും ആ സൗണ്ടും ഈ ആയിഷയുടെ സൗണ്ടിൽ വന്ന് വിളിച്ചതും ഞാൻ കേട്ടതാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെ നടക്കണമെന്നും എനിക്കറിയില്ല. സംഭവം നമ്മൾ ഈ പ്രേതങ്ങളെ കണ്ടു, ഗോസ്റ്റുകളെ കണ്ടു എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വന്ന് നമുക്ക് നല്ലൊരു രൂപം പോലെ നിൽക്കണമെന്നോ ഇല്ലെങ്കിൽ നമുക്ക് അവർ നേരിട്ട് വെള്ളസാരി കൊടുത്ത് നടക്കുമോ, അതൊന്നും അല്ല. ഇങ്ങനെയൊക്കെ ഓരോ ഇൻസിഡൻ്റാണ്. ഇതുപോലെയൊക്കെ ആയിരിക്കാം അവർ വന്ന് ഇങ്ങനെ കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഒരിക്കലും ഞാൻ കള്ളം പറയുന്നതല്ല. മദർ പ്രോമിസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.